പുതിയൊരു പിസ്സ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതുവിനെ കുളിപ്പിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഒരു വെനസ്ഡേ ഉള്ള യൂണിഫോം ആണ് കേട്ടോ. ഓരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇടുന്നത്. യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ പോയിരിക്കും കേട്ടോ, വണ്ടി വരുന്നത് വരെ. ഈ ഒരു സമയത്താണ് ഓൻ എന്താണ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വേണ്ടതെന്നുള്ളൊക്കെ ഓർഡർ തരുന്നത്. പിന്നെ ഓൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിസ്സ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ മോളിലേക്കാണ് കേട്ടോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയത്. ഇത് ഏത് മോളാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതൊക്കെ അല്ലേ നമ്മളൊരു സന്തോഷം. പോയത് 1-2 സാധനം വാങ്ങാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിമേലൊന്നും ഒതുങ്ങൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ട്രോളിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കണ്ടില്ലേ, പിസ്സൻ്റെ സാധനം വാങ്ങാൻ പോയ ഞാനിതാ ഗുലാബ് ജാമുൻ്റെ മിക്സൊക്കെയാണ് വാങ്ങിക്കുന്നത്. 1-2 സാധനം വാങ്ങാൻ വന്ന ഞാനാണ് ഈ കാണുന്ന സാധനമൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. എന്നെപ്പോലെ ഈ ഒരു കഴിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടോ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയത് തിരിച്ച് ലിഫ്റ്റിൽ കയറിയിട്ട് താഴോട്ട് ഇറങ്ങാണ്. അവിടെ നിന്ന് ഇറങ്ങി പിസ്സയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനമൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് വെക്കുന്നതാണ് എനിക്ക് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ബുദ്ധിമുട്ടാണെങ്കിലും വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിസ്സ ആണല്ലോ ഇന്നത്തെ താരം. അപ്പോൾ പിസ്സ ഞാൻ എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ആദ്യത്തെ സ്കൂൾ വിട്ട് വന്ന് ഫ്രഷ് ആയി സിറ്റ് ഔട്ടിൽ പിസ്സക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉപ്പച്ചിക്കും മോനും ഇതാ പിസ്സ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ. ഓക്കെ, ബൈ.